ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ലോക്ക്ഡൗണിൽ ഉണ്ടാക്കാൻ പറ്റിയ വീട്ടിലുള്ള ചേരുവ മാത്രം വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങുമായിട്ടാണ്. നമുക്കിതിൻ്റെ മെയിനായിട്ട് വേണ്ടത് പാലും കോഫി പൗഡറും ആണ്. ജലാറ്റിനോ ചൈനാഗ്രാസോ ക്രീമോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പുഡിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു സോസ് പാനിൽ ഞാൻ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ ഇല്ലാത്തവർ മൈദ വെച്ചിട്ടും ചെയ്യാം, പക്ഷെ അളവ് കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മൊത്തത്തിൽ 1.5 കപ്പ് പാലാണ് വേണ്ട. അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് കോൺഫ്ലോർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കോൺഫ്ലോർ ഇല്ലാത്തവർ കുറേ പേരുടെ ഇത് ചോദിക്കലില്ല മൈദ വെച്ച് ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ മൈദ വെച്ച് ചെയ്തോളൂ. അപ്പോൾ ചിലപ്പോൾ പൊടി കുറച്ച് ഡബിളൊക്കെ എടുക്കേണ്ടി വരും നന്നായിട്ട് കട്ടിയായി കിട്ടണമെങ്കിൽ. അപ്പോൾ അതേ ഞാൻ ഫുൾ പാല് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം, തിക്കാക്കി എടുക്കണം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കോഫി പൗഡർ ചേർക്കുന്നുണ്ട്. നമ്മൾ കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് തന്നെ എടുക്കണം. ബ്രൂ, നെസ്കഫെ ഒക്കെ പോലെ നല്ല ഏതെങ്കിലും കോഫി പൗഡർ തന്നെ എടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു പരുവത്തിൽ ഇതൊന്ന് കുറുകി വരും. കുറച്ച് സമയം എടുക്കും, എന്നാലും ഒത്തിരി നേരം വേണ്ട. അപ്പോൾ നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ കുറുകി വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പരുവം തന്നെ ആവണം കേട്ടോ, എന്നാലേ സെറ്റായി കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്ന ഏത് ബൗളിലാണോ ഏത് ട്രേയിലാണോ അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യായാലും കുഴപ്പമില്ല. അതിന് ശേഷം വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്, എന്നാലേ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റും. എന്നിട്ട് ഒന്ന് സെറ്റ് ആവാം. ഏകദേശം ഒരു 1/2 മണിക്കൂറൊക്കെ മതി. അതിനുശേഷം നമ്മൾ അടുത്ത ലെയർ ചെയ്താൽ മതി. അപ്പം നമുക്കിനി അടുത്ത ലെയർ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ആദ്യം ചേർക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് 3 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ചേർക്കുന്നുണ്ട്. അപ്പോൾ 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്തപ്പോൾ കയ്പ്പ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ഒരു 6 ടീസ്പൂൺ ചേർത്തപ്പോൾ ഓക്കെ ആയി. അപ്പോൾ ആദ്യമേ നിങ്ങൾ 6 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിലേക്ക് പിന്നെ 3 ടീസ്പൂൺ നല്ല ചൂട് വെള്ളം, തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇത് ഭയങ്കര ഫേമസ് ആയിട്ട് കഴിഞ്ഞ വർഷം ലോക്ക്ഡൗണിൽ ഇറങ്ങിയ പുഡിംഗ് ആണ്. ഡാൽഗോണ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ബീറ്റർ ഇല്ലാത്തവർ നല്ലപോലെ വിസ്ക് വെച്ചിട്ട് ചെയ്താലും മതി. നന്നായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. വലിയ കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമയം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു ക്രീമി പരുവാവുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക. അഥവാ ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര കയ്പാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മേലയിൽ നമ്മുടെ ആദ്യത്തെ പുഡിങ്ങിൻ്റെ മേലയിൽ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ലെയർ ചെയ്യുമ്പോൾ ഒരുപാട് കട്ടിയുള്ള ലെയർ ചെയ്യേണ്ട, എന്താ പറയുക, കുറച്ച് തിന്നായിട്ടുള്ള ലെയർ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് കയ്പ് ഉണ്ടാവരുത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിനനുസരിച്ച് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ക്രീം ബാക്കി ഉണ്ടെങ്കിൽ നമുക്കത് എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ക്യാപ്പച്ചിനോ കോൾഡ് കോഫി ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇതൊരു 4-5 മണിക്കൂർ ഒന്ന് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് ചോക്കോ ചിപ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. മേലത്തത് കുറച്ച് ക്രീമി ആയിട്ട് ഉണ്ടാവുക, എന്നാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് കോരിയെടുക്കാം. എനിക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ക്രീമി ആയിട്ട് ആ മേലത്തെ ആ ചെറിയ ലെയറും താഴത്തെ ലെയറും ഒക്കെ കൂടി ആയിട്ട് അടിപൊളിയാണ് കഴിക്കാൻ. കോഫി ലവേഴ്സിന് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. വീട്ടിൽ എപ്പോഴുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.